സ്കോർ കൂട്ടാൻ എളുപ്പവഴിയുമായി പലവിധ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. EMI-യിലൂടെ വായ്പയെടുക്കാൻ, ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ, സിവിൽ സ്കോർ കൂട്ടിത്തരാൻ ഒക്കെ ഈ സംഘം സഹായിക്കും. എളുപ്പവഴിയായി പറയുന്നത് അംഗീകൃത ബാങ്കിൽ സ്വർണം പണയം വെക്കാനാണ്. സ്കോർ കൂട്ടാൻ വായ്പയെടുത്ത തുകയ്ക്ക് ആഴ്ചയിൽ മുതലിലേക്കോ പലിശയിലേക്കോ പണമടയ്ക്കുക. സിവിൽ സ്കോർ 750 എത്തിയില്ലെങ്കിൽ രണ്ടാമത്തെ മാസവും പണമടയ്ക്കണം. ഇങ്ങനെ സ്കോർ ഉയർത്താൻ സാധിക്കുമെന്നാണ് ഈ സംഘം പറയുന്നത്. ദിലീപേ, നിങ്ങൾ ഇവിടെ പൈസ അടിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ലോൺ എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും. നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ആയാലും ക്രെഡിറ്റ് കാർഡായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ സിബിൽ കൂട്ടിയിട്ട് ലോൺ റെഡി ആയി തരേണ്ട ഉത്തരവാദിത്വം നമ്മളാണ്. അതിന് നമ്മൾ കുറേ ടെക്നിക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ മുത്തൂറ്റ്, മണപ്പുറം അങ്ങനത്തെ ഫിനാൻസുകളിൽ ഗോൾഡ് വെച്ചിട്ട് അതിന് കറക്റ്റ് ഇൻട്രസ്റ്റ് അടയ്ക്കുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് മാറ്റി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് മെയിൻ മെത്തേഡ്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ ലോൺ എടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സിവിൽ സ്കോർ കൂട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 3 മാസം കൊണ്ട് ലോൺ കിട്ടുന്നത് ഉറപ്പാണ്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, സ്വർണം കൊണ്ട് പണയം വെച്ച് അതായത് നിങ്ങളുടെ സ്കോർ കൂട്ടിത്തരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വായ്പയെടുക്കാം, അങ്ങനെ പലതരത്തിൽ സഹായിക്കാനുള്ള മറ്റൊരു സംഘവും ഒരു മാഫിയ പോലെ മറുഭാഗത്ത് തഴച്ച് വളരുന്നുണ്ടല്ലേ സിവിൽ സ്കോറിനെ കൊണ്ട് കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ? സുധിയ, ഞാനിത് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി ലഭിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘം തന്നെ, അതായത് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തു നൽകുന്ന സംഘം, അതോടൊപ്പം തന്നെ നമുക്ക് ഈ എന്ത് പ്രോഡക്റ്റാണ് വാങ്ങേണ്ടത്, ആ പ്രോഡക്റ്റ് EMI ലഭിക്കുകയാണെങ്കിൽ അത് എടുത്തു തരുന്ന സംഘത്തിന് തന്നെ ഇതിൻ്റെ വ്യക്തമായ ബോധ്യമുണ്ട്. ഈ സിബിൽ സ്കോറിൽ നമ്മൾ പെട്ടിരിക്കുകയാണെങ്കിൽ, സിബിൽ സ്കോർ 300 മുതൽ 900 വരെ സിബിൽ സ്കോറിൽ 750 മിനിമം നമുക്ക് സിബിൽ സ്കോർ ആവശ്യമാണ്. അത്തരത്തിൽ സിബിൽ സ്കോർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വർണം തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ബാങ്കിൽ വായ്പ വയ്ക്കുക, അതിനുശേഷം കൃത്യമായിട്ട് മുതലിലേക്കും പലിശയും കൃത്യമായി അടയ്ക്കുക, ആ അടവ് തെറ്റാതിരിക്കുക, ബാങ്കിൽ വെച്ചിരുന്ന വായ്പ പുതുക്കി വയ്ക്കുക, ഇതെല്ലാം സ്വർണം പുതുക്കി വയ്ക്കുക, ഇതെല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ 750 സ്കോറിലേക്ക് എത്തും. അഥവാ 750 സ്കോറിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും അടുത്ത മാസം ഇതേ നടപടി തുടരുക. പിന്നീട് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഏതെങ്കിലും ഓൺലൈനിൽ നിന്ന് പണം കടമെടുക്കുക, ചുരുങ്ങിയ പണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അത് കൃത്യമായി ഓൺലൈൻ വഴി തന്നെ അടയ്ക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നും അതുവഴി ഈ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ EMI പ്രോഡക്റ്റോ എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത്തരത്തിൽ ഈ സിബിൽ സ്കോർ ഉയർത്തിത്തരുന്ന സംഘം നമ്മളുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ വ്യക്തമാകുന്നത്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അവർക്ക് തന്നെ ഇതിൻ്റെ തന്ത്രങ്ങൾ അറിയാം. കാരണം ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു നൽകുന്നതിന് സിബിൽ സ്കോർ ഇല്ലെങ്കിൽ സിബിൽ സ്കോർ കൂട്ടിത്തരുന്ന സംഘമാണ് ഇവർ. EMI എടുക്കാൻ പറ്റിയില്ലെങ്കിൽ EMI എടുക്കുന്നതിന് വേണ്ട ആ തന്ത്രങ്ങളും ഇവർക്ക് അറിയാമെന്നുള്ളതാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ സ്വർണം കയ്യിലുണ്ടെങ്കിൽ അത് പണയം വെച്ച് കൃത്യമായി വായ്പ അടയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ സിബിൽ സ്കോർ ഉയർത്തിത്തരുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. സുധിയ. ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.